Hi my dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസ് ചാപ്റ്റർ 2 സർക്കിൾസ് വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 60 വരുന്ന പ്രോബ്ലംസ് ആണ്. അതിലെ ഫസ്റ്റ് 6 പ്രോബ്ലംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി പറയാനായിട്ടുള്ളത് ഇതിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ്, അതായത് 7th പ്രോബ്ലം ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഫിഗർ ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് in the picture the points PQR are marked on the sides BC, CA, AB of triangle ABC and the circumcircles of triangle AQR and BRP are drawn. എന്താ പറഞ്ഞുള്ളത്? ABC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിളിലെ 3 പോയിന്റ്സ് ആണ് ഈ പിയും ക്യൂവും ആറും. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ARP എന്ന് പറഞ്ഞിട്ട് ARQ എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ, അതേപോലെ BRP എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ട്രയാങ്കിൾ, ഈ 2 ട്രയാങ്കിൾസിന് ഒരു സർക്കം സർക്കിൾസും കൂടി വരച്ചിട്ടുണ്ട്, പരിവൃത്തങ്ങളും കൂടി വരച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നു M is the point where the circles intersect. ഈ സർക്കം സർക്കിളുകൾ രണ്ടെണ്ണത്തിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ പറയുന്ന M. ഓക്കെ, ഇനി പ്രൂവ് ചെയ്യാനുള്ളത് prove that the circumcircle of CPQ, triangle CPQ also passes through the M. അതായത് ട്രയാങ്കിൾ CPQ, അതായത് ഈ ട്രയാങ്കിളിന് ഒരു സർക്കം സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതുകൂടെ ഈ എമ്മിലൂടെ പാസ് ചെയ്യും എന്നാണ് നമുക്ക് തെളിയിക്കാനായിട്ടുള്ളത്. ഈ 2 സർക്കം സർക്കിൾസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് M. ഇതേ എമ്മിലൂടെ തന്നെ ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ കൂടെ പാസ് ചെയ്യും എന്നാണ് നമുക്ക് തെളിയിക്കാനായിട്ടുള്ളത്. അപ്പോ അതെങ്ങനെ തെളിയിക്കും? അതിനായിട്ട് നമുക്ക് ഇവിടെ ഓക്കെ, ഈ ആറിൽ നിന്നും എമ്മിലേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ആറിൽ നിന്നും എമ്മി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. എമ്മിലേക്ക് ഒരു ലൈൻ വരച്ച നമുക്ക് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ആറിൽ നിന്ന് എമ്മിലേക്ക് മാത്രമല്ല, എമ്മിൽ നിന്നും പിയിലേക്കും വരയ്ക്കണം. ചെയ്തു, എം പി ജോയിൻ ചെയ്തു, അതേപോലെ എം ക്യൂ ഞാനിവിടെ ജോയിൻ ചെയ്തു. അപ്പൊ നോക്കിയേ, എനിക്കിവിടെ RBPM എന്ന് പറഞ്ഞിട്ടൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്, ഇത് സൈക്ലിക് ആണ്. അതേപോലെ ARMQ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്, അതും സൈക്ലിക് ആണ്. ഇനി ഈ CPMQ എന്ന് പറയുന്നതും സൈക്ലിക് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ M എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ CPQവിന്റെ സർക്കം സർക്കിൾ വരച്ചാലും അതിലുള്ള ഒരു പോയിന്റ് ആണ് ഈ M എന്നാണ് തെളിയിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ CPMQ എന്ന് പറയുന്നതും സൈക്ലിക് ആയിട്ട് എടുക്കും. CPMQ എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ കൂടി സൈക്ലിക് ആയിട്ട് നമ്മൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ എമ്മിന് ചുറ്റും വരുന്ന 3 ആംഗിൾസ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. നോക്കിയേ, ഇവിടെ ഒരു ആംഗിൾ നമുക്ക് പറയാൻ പറ്റും അല്ലെ? അതേപോലെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അങ്ങനെ 3 ആംഗിൾസ് നമുക്ക് ഇവിടെ M എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 3 ആംഗിൾസ് വന്ന് കിട്ടുന്നുണ്ട്. ഈ 3 ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? 360 ആയിരിക്കണം. M എന്ന് പറയുന്നത് ഈ 3 സർക്കിൾസിലും ഉള്ള ഒരു കോമൺ പോയിന്റ് ആണ് ഈ M എങ്കിൽ ഈ എമ്മിന് ചുറ്റോറും വരുന്ന ഈ 3 ആംഗിൾസിന്റെ സം എന്തായാലും 360 വരുന്നല്ലോ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് അതിന്റെ ചുറ്റോറും നമ്മൾ എത്ര ആംഗിൾസ് വരച്ചു കഴിഞ്ഞാലും അതെല്ലാം കൂടി ആഡ് ചെയ്താൽ 360 വരുന്നത്. അപ്പോ ഈ M എന്ന് പറയുന്നത് ഈ സർക്കം സർക്കിളിൽ ഉള്ള ഒരു പോയിന്റ് ആണെന്ന് തെളിയിക്കുന്നതിന് പകരം നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ഈ എമ്മിന് ചുറ്റോറും വരുന്ന ഈ 3 ആംഗിൾസിന്റെ സം 360 ആണെന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. ആ 360 കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ഈ 3 സർക്കം സർക്കിളിൽ ഉള്ള ഒരു കോമൺ പോയിന്റ് ആണ് ഈ M എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. 360 കിട്ടിയില്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായാലും M ഇതിന്റെ 3 കൂടിയുള്ള പൊതുവായിട്ടുള്ളതല്ല, ഇതിൽ 2 ഉണ്ട് എന്ന് നമ്മൾ കോമൺ ആയിട്ട് നമ്മള് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ 2 സർക്കിൾസിലും ഉള്ള പോയിന്റ് ആണ് M, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി M എന്ന് പറയുന്നത് ഈ CPQവിന്റെ സർക്കം സർക്കിളിലും കൂടി ഉള്ള പോയിന്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഈ സർക്കിൾസിന്റെ ഈ M എന്ന് പറഞ്ഞ പോയിന്റിന് ചുറ്റോളം വരുന്ന 3 ആംഗിൾസിന്റെ സം 360 വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ ആദ്യം തന്നെ നമ്മൾ എഴുതും. എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോ ചെയ്തത്? ആദ്യം തന്നെ നമ്മൾ ജോയിൻ ചെയ്യരുത്. ഏതൊക്കെ? RM ജോയിൻ ചെയ്തു, അതേപോലെ തന്നെ
എം ക്യൂ ജോയിൻ ചെയ്തു, പിന്നെ ഏതാ എം പിയും ജോയിൻ ചെയ്തു. അപ്പൊ നമുക്കറിയാം ഏതാണ് ബി ആർ എം പി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഈ സൈക്ലിക് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താ സൈക്ലിക് ആയിട്ടുള്ള ഏതൊരു ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് എത്രയായിരിക്കണം? 180 ആയിരിക്കണം. അപ്പൊ നമ്മൾ എഴുതും ആംഗിൾ, ഇത് സൈക്ലിക് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആംഗിൾ ആർ ബി പി പ്ലസ് ആംഗിൾ ആർ എം പി ഈക്വൽ ടു 180 ആണെന്ന് പറയാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഈ ആർ എം പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആംഗിളാണ് നമുക്ക് ആവശ്യം, അതെടുത്ത് എഴുതും നമ്മൾ. ആംഗിൾ ആർ എം പി ഈസ് ഈക്വൽ ടു എന്താണ്? 180 മൈനസ് ആംഗിൾ ആർ ബി പി എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതാണ് ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് ആംഗിൾ, നെക്സ്റ്റ് ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാണ്. ഏതാണ്? ആർ എം ക്യു എ. അടുത്ത ക്വാഡ്രിലാറ്ററലാണ് ആർ എം ക്യു എ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ. അതെ ഈ സൈക്ലിക് നമുക്കറിയാം, അത് സൈക്ലിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? ഈ ആംഗിൾ നമുക്ക് ആവശ്യം. അപ്പൊ ഇത് വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കണം. അപ്പൊ ഇതും ഇതും അല്ലെ? അപ്പൊ നമ്മൾ എഴുതും ആംഗിൾ ആർ എ ക്യു പ്ലസ് ആംഗിൾ ആർ എം ക്യു ഈസ് ഓൾസോ ഈക്വൽ ടു 180 ഡിഗ്രി. ഇതും 180 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് പറയാൻ പറ്റും therefore ആംഗിൾ ഇതാണ് ആർ എം ക്യു എടുത്ത് എഴുതും. ആർ എം ക്യു ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ആർ എ ക്യു എന്ന് പറഞ്ഞിട്ട് എഴുതും. അതും അവിടെ വെച്ച്. ഇനി നെക്സ്റ്റ് ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുന്നു. പി സി ക്യു എം. കൺസിഡർ ദ ക്വാഡ്രിലാറ്ററൽ പി സി ക്യു എം. ഇറ്റ് ഈസ് ഓൾസോ സൈക്ലിക്. അതും സൈക്ലിക് ആയിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സി സി ക്യു പി എം പി സി ക്യു പി സി ക്യു എം. ഓക്കെ. അപ്പോ ഇതിന്റെ അത് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് എടുക്കുക. പി എം ക്യു ആംഗിൾ പി എം ക്യു പ്ലസ് ആംഗിൾ ക്യു സി പി ഈക്വൽ ടു 180. ഇതിൽ നിന്നും നമുക്ക് പറയാം ആംഗിൾ ഏതാ നമുക്ക് ആവശ്യം? ഇത് അല്ലെ? പി എം ക്യു. ആംഗിൾ പി എം ക്യു ഈസ് എന്താണ്? 180 മൈനസ് ആംഗിൾ ക്യു സി പി ആണെന്ന് പറയാൻ പറ്റും. 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. ഈ 3 ആംഗിൾസിന്റെ സമ്മാണ് നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എടുത്തെഴുതും ആംഗിൾ ഏതാണ്? ആർ എം പി പ്ലസ് ആംഗിൾ ആർ എം ക്യു പ്ലസ് ആംഗിൾ പി എം ക്യു. ഇതിന്റെ 3ന്റെ സമ്മ് ഇത് 360 കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ 3ന്റെ സമ്മ് എന്ന് പറയുമ്പോൾ ആദ്യത്തേത് എത്രയായിരുന്നു? 180 മൈനസ് ആംഗിൾ ആർ ബി പി പ്ലസ് അടുത്തത് 180 മൈനസ് ആംഗിൾ ആർ എ ക്യു പ്ലസ് ആംഗിൾ 180 മൈനസ് ആംഗിൾ ക്യു സി പി അല്ലെ? ഈക്വൽ ടു എന്താണ്? 180 പ്ലസ് 180 പ്ലസ് 180. 3 180 ചേർന്നാൽ 540 മൈനസ് ഇവിടെ മൈനസ് ആർ ബി പി ഉണ്ട്, മൈനസ് ആർ എ ക്യു ഉണ്ട്, മൈനസ് ക്യു സി പി ഉണ്ട്. ഇതിനൊക്കെയും ഉള്ളിൽ ഒരൊറ്റ മൈനസ് ആക്കി ബാക്കിയുള്ള അതിനൊക്കെ ഉള്ളിലേക്ക് കൊടുക്കാം, ബ്രാക്കറ്റിൽ ആക്കാം നമുക്ക്. അപ്പൊ മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ആംഗിൾ ആർ ബി പി പോസിറ്റീവ് ആണ് എഴുതുക അല്ലെ? മൈനസ് ഒക്കെ കൂടിയിട്ട് പുറത്തേക്ക് എടുത്തു. അടുത്തത് പ്ലസ് ആംഗിൾ ആർ എ ക്യു പ്ലസ് ആംഗിൾ ക്യു സി പി. ഇനി എന്ത് ചെയ്യണം? 540 മൈനസ് ആംഗിൾ ആർ ബി പി അതായത് ഈ ആംഗിൾ അല്ലെ? ഇനി ആർ എ ക്യു എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ക്യു സി പി അതായത് ഈ ആംഗിൾ. ഓക്കെ. ഈ 3 ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ആണ് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിന്റെ സമ്മാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏതൊരു ട്രയാങ്കിളിന്റെയും ഏതൊരു ത്രികോണത്തിന്റെയും ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ആണ് നമുക്കറിയാം. അപ്പൊ അതിന് പകരം നമുക്ക് 180 കൊടുക്കാം. അപ്പൊ 540 മൈനസ് 180 ഈക്വൽ ടു 360 ഡിഗ്രി കിട്ടിയല്ലോ.
അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഈ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 360 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ അകത്ത് ഈ 3 ആംഗിൾസും ഒരൊറ്റ പോയിന്റിന് ചുറ്റോളം കിടക്കുന്ന 3 ആംഗിൾസ് ആണെന്ന് മനസ്സിലായി. ഇത് 360 ആയതുകൊണ്ട് ഈ 3 ആംഗിൾസും കൂടി ചേരുന്നത് ഈ എം എന്ന് പറഞ്ഞ പോയിന്റിന് ചുറ്റോളം കിടക്കുന്ന 3 ആംഗിൾസ് ആണ് ഇതെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എം എന്ന് പറയുന്നത് ഈ 3 ക്വാഡ്രിലാറ്ററലിനും കോമൺ ആയിട്ടുള്ള 3 ക്വാഡ്രിലാറ്ററലിന്റെ സർക്കിളിന് കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോ എം ഇത് ഓൾറെഡി രണ്ടെണ്ണത്തിന്റെ സർക്കിൾ ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം. ഈ 2 ട്രയാങ്കിളിന് സർക്കിൾ ആണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള കാര്യമാണ് ക്വസ്റ്റ്യനില്. അപ്പൊ നമുക്ക് പറയാം ഇതേ എം ഈ സി പി ക്യൂ എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ കൂടി സർക്കിളിൽ വരുന്ന ഒരു പോയിന്റ് ആണ് എന്ന് കൂടെ പറയാനായിട്ട് പറ്റും. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്. അപ്പോ അത്രയേ ഉള്ളൂ. അപ്പൊ അതോടുകൂടിയിട്ട് ആ സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എന്താന്ന് നോക്കാം. അടുത്ത സെക്ഷൻ ആണ് 2 കോഡ്സ് അഥവാ 2 ഞാനുകൾ. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു വൃത്തം, അതിൽ 2 ഞാനുകൾ ഒരേ സമയം വരച്ചു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്ന ചില പ്രത്യേകതകളാണ്. ഓക്കെ, ഇപ്പോ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാനൊരു വൃത്തം വരച്ചിട്ടുണ്ട്. അതിന് 2 ഞാനുകളാണ് എ ബിയും സി ഡിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് പി എന്നാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പി എ ഇൻറ്റു പി ബി. പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. പി സി ഇൻറ്റു പി ഡി, ഇതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണ്? പി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആദ്യത്തെ ഞാൻ എടുത്തു എ ബി, അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ പി എ എന്നും പി ബി എന്ന് പറയുന്നു. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. എളുപ്പമല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, ഇവിടെ വേറൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. നോക്കിയേ, വൃത്തത്തിലുള്ള ഒരു ഞാനാണ് എ ബി എന്ന് പറയുന്നത്. അത് സെന്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. ഓ എന്ന് പറഞ്ഞ സെന്ററിലൂടെ പാസ് ചെയ്യുന്നത്. അതായത് എ ബി എന്ന് പറയുന്നത് അതിന്റെ ഡയാമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോ ഡയാമീറ്റർ ആണ്. പി സി എന്ന് പറയുന്നത് ലംബമായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ ഡയാമീറ്ററിന് ലംബമായിട്ടാണ് ഞാൻ ഈ സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലൈന് വരച്ചിട്ടുള്ളത്. അതായത് ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്കറിയാം ഏതൊരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഉള്ള ലംബമായിട്ട് വരയ്ക്കുന്ന സെന്ററിൽ നിന്നും ഞാനിലേക്ക് ലംബമായിട്ട് വരയ്ക്കുന്ന വര എന്ന് പറയുന്നത് ഞാനിനെ സമഭാഗം ചെയ്യുന്ന നമുക്കറിയാം. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. സെന്ററിൽ നിന്നും ഞാനിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാല് അത് ഈ കോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ പി സി എന്ന് പറയുന്നത് എന്തായാലും ഈക്വൽ ടു പി ഡി ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ, 2 ഞാനുകൾ തമ്മിൽ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഞാനാണല്ലോ. അപ്പൊ ഇവിടെ 2 ഞാനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? പി എ ഇൻറ്റു പി ബി. ഇതാണ് നമ്മുടെ കോമൺ ഇക്വേഷൻ. എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താണ്? പി സി ഇൻറ്റു പി ഡി ആണെന്ന് നമുക്കറിയാം. പി സി ഇൻറ്റു പി ഡി. ഇപ്പൊ ഈ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ പി സിയും പി ഡിയും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് പി സി ഇൻറ്റു പി സി എന്ന് പറയാൻ പറ്റും. പി ഡിക്ക് പകരം പി സി എന്ന് പറയാനായിട്ട് പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പോൾ ഡയാമീറ്റർ ആണ് ഒരു കോഡെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും. ഇക്വേഷനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഞാനിന്റെ ലെങ്ത് ഒക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതായത് നമുക്ക് ഒരു ഡയമീറ്ററിന്റെ ലെങ്ത്തുകളും ഇവിടെ നിന്നുള്ള ലെങ്ത്, ഈ 2 ലെങ്ത്തുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഞാനിന്റെ ലെങ്ത് നമുക്ക് പറയാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് പി എ ഇൻറ്റു പി ബി ചെയ്താൽ മതി. പി സി കിട്ടും. പി സിനെ ഡബിൾ ചെയ്താൽ നമുക്ക് ആ ലെങ്ത് ഫുൾ ആയിട്ട് കിട്ടും. ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത് 2 ഇൻറ്റു റൂട്ട് ഓഫ് പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ വരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോ അത്രയും അറിഞ്ഞിരിക്കുക. പിന്നെ ഇതേപോലത്തെ ഫിഗേഴ്സിന് കുറേയധികം ജോമെട്രിക്കൽ ഇന്റർപ്രിറ്റേഷൻ കൂടി ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈക്വൽ ഏരിയ ഉള്ള കുറെ റെക്ടാങ്കിൾസും സ്ക്വയറും ഒക്കെ ഒരു റെക്ടാങ്കിൾ അതിന് ഈക്വൽ ആയിട്ട് വരുന്ന മറ്റൊരു റെക്ടാങ്കിളും ഒക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അതൊക്കെ നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പൊ ഏതായാലും ഇതിൽ വരുന്ന ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് നോക്കാം. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 67 ഫസ്റ്റ് പ്രോബ്ലം. പേജ് നമ്പർ 67 ഒന്നാമത്തെ പ്രോബ്ലം ആണ് കേട്ടോ പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ഇതാണ്.
എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഇൻ ദ പിക്ചർ ദ കോഡ്സ് എ ബി ആൻഡ് സി ഡി ഓഫ് ദ സർക്കിൾ ആർ എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് പി. എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഞാനുകളിലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. Prove that the angles of triangle APC and triangle BPD formed by joining AC and BD are same. എന്താ പറയുന്നത്? The angles of triangle APC and BPD formed by joining AC and BD. AC എന്ന് പറഞ്ഞ ഈ ലൈനും AC എന്ന് പറഞ്ഞ ലൈന് ജോയിൻ ചെയ്ത് അതേപോലെ BD എന്ന് പറഞ്ഞ ലൈനും നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ കിട്ടിയ രണ്ട് ട്രയാങ്കിൾസ്, അതായത് എ പി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും ബി പി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് തമ്മിൽ തുല്യമാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ അത് ആദ്യം ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളിവിടെ ജോയിൻ ചെയ്തു, എ സി ജോയിൻ ചെയ്തു, ബി ഡി ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ഈ രണ്ട് ട്രയാങ്കിൾസ്, വലിയ ട്രയാങ്കിളും പിന്നെ ഈ കുഞ്ഞു ട്രയാങ്കിൾ, അടുത്ത രണ്ടിന്റെ ആംഗിൾസ് തമ്മിൽ തുല്യമാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം. ഇവിടെ നോക്കി ആംഗിൾ പി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ് അല്ലെ. ബി പി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ പി സിയും ട്രയാങ്കിൾ ബി പി ഡിയും ആണ് കേട്ടോ. നമുക്ക് നോക്കിയ പി എന്ന് പറഞ്ഞുള്ള ആംഗിൾ ഈ ചെറിയ ട്രയാങ്കിളിലും ഉള്ള ആംഗിൾ ആണ്, വലിയ ട്രയാങ്കിളിലും ഉള്ള ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പി എന്ന് പറഞ്ഞ ആംഗിൾ രണ്ടിലും അത് കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഒരു ആംഗിൾ നമുക്ക് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് ട്രയാങ്കിളിലും. അപ്പൊ അത് എഴുതി. ഇനി നമ്മള് വേറൊരു ആംഗിൾ കൂടി ഈക്വൽ ആയിട്ട്, മൂന്ന് ആംഗിൾസ് തുല്യമായിട്ട് കിട്ടണം. ഏതെങ്കിലും രണ്ടെണ്ണം തുല്യമായിട്ട് വന്നാൽ മതി, ഓട്ടോമാറ്റിക്കലി ഒരെണ്ണം കൂടി ബാക്കിയുള്ള ഒന്നും കൂടി തുല്യമായിട്ട് കിട്ടിക്കോളും അല്ലെ, ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഒരെണ്ണം കൂടി തുല്യമായിട്ട് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആംഗിളിനെ എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് വെറുതെ. ലെറ്റ് ആംഗിൾ എ സി പി ഈക്വൽ ടു എക്സ്. ഈ ആംഗിൾ നമ്മൾ എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും അല്ലെ. സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് എഴുതാം എ പി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ ഈക്വൽ ടു 180യിൽ നിന്നും എക്സ് കുറച്ചതായിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്ത 180 കിട്ടല്ലേ. അപ്പൊ 180 മൈനസ് എക്സ് ആണ് ഇത് വരിക. അപ്പൊ 180 മൈനസ് എക്സ്. ഓക്കെ, ഇനി ഇതും നമ്മൾ മുന്നത്തെ പ്രോബ്ലംസിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പറയാം. ഇത് രണ്ടും എന്താണ്? ഈ രണ്ട് ആംഗിൾസ് ലീനിയർ പെയർ ആണ്. ഒരെണ്ണം 180 മൈനസ് എക്സ് ആണെങ്കിൽ അടുത്തത് എക്സ് വരണം അല്ലെ. രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 കിട്ടാൻ രേഖീയ ജോഡികളല്ലേ. അപ്പൊ നമുക്ക് കിട്ടി ആംഗിൾ ഡി ബി പി ഈക്വൽ ടു എക്സ് ആണെന്ന് കിട്ടി. കാരണം ലീനിയർ പെയർ ആണ്. ഇത് രണ്ടും. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്ത് 180 കിട്ടും. അപ്പൊ 180 മൈനസ് എക്സ് ആകുമ്പോൾ ഇതെന്തായാലും എക്സ് വരണം, എന്നാലേ 180 ആയിട്ട് പോവുള്ളൂ. ഓക്കെ, അപ്പൊ ആ ആംഗിളും കിട്ടിക്കഴിഞ്ഞു. എന്താ സംഭവിച്ചത്? വലിയ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എക്സ് എടുത്തപ്പോ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഒരു ആംഗിളും കൂടി എക്സ് വന്നിട്ടുണ്ട്. അതായത് ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി ഒരു ആംഗിളും കൂടി ഈക്വൽ ആയിട്ട് കിട്ടി. ആംഗിൾ എ സി പി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി പി എന്ന് കിട്ടി. രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിളും കൂടി ഈക്വൽ ആയിട്ട് വന്നുള്ളൂ. അപ്പൊ നമുക്ക് പറയാം, അപ്പൊ ഇതിൽ നിന്ന് രണ്ട് ആംഗിൾസ് ഈക്വൽ ആയല്ലോ, ഒന്നത്. അപ്പൊ നമുക്ക് ഇതിനോടൊപ്പം തന്നെ പറയാം ബാക്കി വരുന്ന അടുത്ത ആംഗിൾ, അതായത് ഈ ആംഗിളാണ് ബാക്കി വരുന്നത് അല്ലെ. അത് തമ്മിലും ഈക്വൽ ആയിരിക്കും. കാരണം സി എ ബി ഈക്വൽ ടു ആംഗിൾ ബി ഡി പി എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? ഇഫ് ടു ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഇസ് ഈക്വൽ ടു ടു ആംഗിൾസ് ഓഫ് അനദർ ട്രയാംഗിൾ ദെൻ ദ തേർഡ് ആംഗിൾ ആർ ഓൾസോ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് റീസൺ എഴുതി വെക്കുക. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ തമ്മിലും ഈക്വൽ ആവും. അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആയല്ലോ. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എളുപ്പമാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ കിട്ടിയത് എന്താണ്? മൂന്ന് ആംഗിൾസ് എ പി സിയുടെ മൂന്ന് ആംഗിൾസ് ബി പി ഡിയുടെ മൂന്ന് ആംഗിൾസിനോട് തുല്യമാണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ട്രയാംഗിൾസും സിമിലർ ആണെന്ന് പറയാം.
if three angles of one triangle is equal to three angles of another triangle, then these two triangles are similar എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇതിന് തുല്യമായ ആംഗിൾസുകൾ എടുക്കുക. ഈ ആംഗിളും ഈ ആംഗിളും തുല്യമാണ് അല്ലെ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ ഏതാണ്? ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഈ AP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PA എന്ന് പറയുന്നത്. PA എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ആംഗിൾ ആണ് ഇത്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുമ്പോൾ PD അല്ലെ. അപ്പൊ PA/PD ഈക്വൽ ടു എന്താണ്? ഈ രണ്ട് ആംഗിൾസും തുല്യമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്, ഇതും ഇതും. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുമ്പോൾ ഇത് PC ഡിവൈഡഡ് ബൈ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് ഇത് PB. ഇതൊന്നും ഇനി അറേഞ്ച് ചെയ്യുക, ഇതിനൊന്നും പുറത്തേക്ക് എടുക്കുക, ഇതിനപ്പുറത്തേക്ക് എടുക്കുക. ഡിവിഷനാണ്, മേലേക്ക് കയറില്ല ചെയ്യുക. ഈക്വലിന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു ആയിട്ട് വരും. അപ്പൊ നമുക്ക് കിട്ടി PA ഇൻറ്റു ഇതിങ്ങോട്ട് വരുമ്പോ PB ഈക്വൽ ടു PC ഇൻറ്റു ഇതിങ്ങോട്ട് വരുമ്പോ PD. ഇത് കിട്ടി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാണ്ടിരുന്നത് ഇത്. അപ്പൊ നിങ്ങൾ ഇവിടെയൊക്കെ റീസൺ എഴുതണം കേട്ടോ. ദീസ് ടു ട്രയാങ്കിൾസ്, ട്രയാങ്കിളിന്റെ പേരെടുത്ത് എഴുതുക. അത് സിമിലർ ആണ്, കാരണം മൂന്ന് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ സിമിലർ ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എഴുതുക സിമിലർ ട്രയാങ്കിൾസിന്റെ എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. അതും എഴുതുക, എന്നിട്ട് അറേഞ്ച് ചെയ്തിട്ട് എഴുതുക കേട്ടോ. അത് അത്രയേ ഉള്ളൂ. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതെന്താ നോക്കാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് prove that if PB equal to PD then ABDC is an isosceles trapezium. PB equal to PD എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ. PB equal to PD നമുക്ക് തന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ABDC എന്ന് പറഞ്ഞ ഈ ക്വാഡ്രിലാറ്ററൽ ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഈ ABDC എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയം ആണെന്ന് കിട്ടിയാൽ മതി. ചുരുങ്ങിയത് എല്ലാ ട്രപ്പീസിയങ്ങളും അതെ സൈക്ലിക് ആവണമെന്നില്ലല്ലോ. സൈക്ലിക് ആയ ട്രപ്പീസിയം എന്തായാലും ഐസോസിലസ് ട്രപ്പീസിയം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ട്രപ്പീസിയം സൈക്ലിക് ആവണമെങ്കിൽ അത് ഐസോസിലസ് ട്രപ്പീസിയം ആവണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും സൈക്ലിക് ആണ്. അപ്പൊ ഇതൊരു ട്രപ്പീസിയം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഇത് ഒരു ലംബകമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഈ ക്വാഡ്രിലാറ്ററൽ ലംബകമാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതെങ്കിലും ഒരു പെയർ എന്തായാൽ മതി? ഓപ്പോസിറ്റ് കിടക്കുന്ന ഇതല്ലേ ലംബകത്തിന്റെ ഷേപ്പ്, ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് സൈഡുകൾ തമ്മിൽ പാരലൽ ആണെന്ന് നമുക്ക് തെളിയിച്ചാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം ഇതൊരു ട്രപ്പീസിയം ആണ്. ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലിക് ആയിട്ടുള്ള ട്രപ്പീസിയം ഒക്കെ ഐസോസിലസ് ആണ്. അപ്പൊ അത് ഐസോസിലസ് ട്രപ്പീസിയം എന്ന് അങ്ങനെ പറയാം. അപ്പൊ അത് ആദ്യം ട്രപ്പീസിയം ആണെന്ന് തെളിയിക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യും? ഒന്നുമില്ല, നമ്മളിവിടെ ഓൾറെഡി ഇതിനെ X എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യൻ ഫസ്റ്റിലല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ വരെ X എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് തന്നിട്ടുള്ള കേസ് എന്താണ്? BP ഈക്വൽ ടു PD ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ട്രയാങ്കിൾ DPP എന്ന് പറയുന്നത്, ട്രയാങ്കിൾ DBP എന്ന് പറയുന്നത് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് കിട്ടി. രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇനി ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ഇത്, ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ഇത്. ഇവ തമ്മിൽ തുല്യമായിരിക്കും ഐസോസിലസ് ട്രപ്പീസിയം ആയതുകൊണ്ട്, ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടി ഇത് X ആവുമ്പോൾ ഇതും X ആയിരിക്കും. നമുക്ക് എഴുതാം ആംഗിൾ BDP is equal to ആംഗിൾ DBP which is equal to X degree. കാരണം എന്താണ്? ഇവിടെ എഴുതുക angles opposite to equal side of an isosceles trapezium, isosceles triangle. അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇനി നോക്കിയേ, ഈ ആംഗിളും ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവ എവിടേക്ക് എടുക്കുന്നത്? ഇതിന്റെ പൊസിഷൻ നോക്കുമ്പോൾ ഇതൊരു കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് രണ്ടും തുല്യമായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. ACD ഈക്വൽ ടു BDP ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും
ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇത് രണ്ടും ഈ രണ്ട് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അത് നിങ്ങൾ എടുത്ത് എഴുതണം. ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ ബി ഡി പി ആണ്. കാണില്ല. ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ ബി ഡി പി ആണെന്ന് കിട്ടി. ബി ഡി പി ഈക്വൽ ടു എക്സ് ഡിഗ്രി. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ എ സി ഡി ആൻഡ് ആംഗിൾ ബി ഡി പി എന്ന് പറയുന്നത് ആർ കറസ്പോണ്ടിങ് കിട്ടി. അതിന്റെ പൊസിഷൻ അങ്ങനെയല്ലേ? രണ്ട് വരകള് അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈന്, അതിന്റെ മുകളിൽ വരുന്ന രണ്ട് ആംഗിൾസ് ആണ്. അത് ഈക്വൽ ആണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമുക്ക് പറയാം ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് പറയാൻ പറ്റും. അത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. അതായത് എ സി എന്ന് പറയുന്നത് എ സി ടു ഡി ഡി ബി എന്ന് പറയാനായിട്ട് പറ്റും. ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. ഇത് രണ്ടും പാരലൽ ആയിട്ട് വരച്ചാലല്ലേ, നോക്കിയേ, ഈ ലൈനും പാരലൽ ആയിട്ടുള്ള രണ്ട് വരകളായെങ്കിൽ മാത്രമേ ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ട് വരുള്ളൂ അല്ലെ? ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ട് വരുന്നത് ഇങ്ങനെയല്ലേ വരുന്നത്? ഇത് രണ്ടും എന്ന് പറയുന്നത് എന്തായാലും കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടി എ സി പാരലൽ ടു ബി ഡി എന്ന് കിട്ടി. ഇത് പാരലലാന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോ പറയാം എ ബി ഡി സി എന്ന് പറയുന്നത് എന്താണ്? therefore we can say that ABDC is a trapezium എന്ന് പറയാനായിട്ട് പറ്റും. ഒരു പെയർ പാരലൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ അതൊരു ട്രപ്പീസിയം ആയിട്ട് മാറി. ഇനി ഓൾസോ വി നോ ദാറ്റ് ABDC is cyclic. Here ABDC എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈക്ലിക് ആയിട്ടുള്ള ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ അതെന്തായി? ഐസോസിലസ് ട്രപ്പീസിയം ആയി. അപ്പൊ നമുക്ക് പറയാം therefore ABDC is isosceles ട്രപ്പീസിയം. മനസ്സിലായല്ലോ? നമുക്ക് ഇവിടെ കിട്ടി ഇത് ട്രപ്പീസിയം ആണെന്ന് കിട്ടി. രണ്ട് പെയർ ഓഫ് സൈഡുകൾ, ഓപ്പോസിറ്റ് പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആയിട്ട് കിട്ടി അല്ലെ? ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് സൈഡുകൾ തമ്മിൽ പാരലൽ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് പറയാം ഇതൊരു ട്രപ്പീസിയം ആണ് അല്ലെ? ഏതൊരു ട്രപ്പീസിയത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് സൈഡ് പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ട്രപ്പീസിയം ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഈ ട്രപ്പീസിയത്തിൽ നമുക്ക് തിരിച്ചു വെച്ച രീതിയിലാണ് ഇപ്പൊ ഇത് കിടക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫോം അല്ലെ? ഇങ്ങനെയായിട്ടുള്ള ഒരു ട്രപ്പീസിയം. അപ്പൊ ഇത് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ സൈക്ലിക് കൂടി ആയതുകൊണ്ട് ഒരു സർക്കിൾ അതിന് ചുറ്റോളം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പറയാൻ പറ്റുന്നത് ഐസോസിലസ് ട്രപ്പീസിയം. കാരണം ഏതൊരു ട്രപ്പീസിയം സൈക്ലിക് ആണെന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ട്രപ്പീസിയം മാത്രമല്ല, അതൊരു ഐസോസിലസ് ട്രപ്പീസിയം ആയിരിക്കും. ഐസോസിലസ് ട്രപ്പീസിയത്തിന് മാത്രമേ നമുക്ക് പുറത്തുകൂടെ ഒരു സർക്കിൾ ശരിക്ക് ഒരു പരിവൃത്തം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടി ABDC is a isosceles trapezium എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഇവിടെ വെച്ച് നിർത്താം. ഇതിലെ ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഇതിലെ ബാക്കി പ്രോബ്ലംസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണുകളിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അതിലെ ബാക്കി പ്രോബ്ലംസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.